ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റെസിപ്പി ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ മാഗി ക്യൂബ് ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാഗി ക്യൂബ് ഇല്ലാണ്ട് തന്നെ നമ്മൾ വേറെ അറബിക് മസാല കൊണ്ട് മന്തി ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ ഉള്ളൊരു വഴിയാണ്. അപ്പോൾ നമ്മളിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനായി നമ്മൾ ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു ചിക്കൻ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാല ഒന്ന് പൊടിച്ച് വെക്കാം. അതായത് സ്പൈസസ് 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ഇലച്ചി, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഒരു ചെറിയ സ്റ്റാർ അനൈസും ജാതിക്കാത്തോലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 6 വലിയ മുളക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം റോസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല സ്പൈസസിൻ്റെ മണം വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് പൊടിച്ചാലും പ്രശ്നമില്ല. എല്ലാം ഒന്നിച്ച് നമ്മൾ പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കന് ഒരു ചെറിയ മാരിനേഷൻ ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായി ചെറുതായി അരിഞ്ഞത് വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതൊന്ന് മാരിനേഷന് വെക്കാം. നമ്മുടെ ചോറ് റെഡിയാകുന്നത് വരെ ഇതൊന്ന് മാരിനേഷനിൽ വെക്കാം. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയില ആഡ് ചെയ്ത് നമ്മൾ ഇതൊന്ന് മൂടി വെക്കാം. ഏകദേശം നമ്മളെ ചോറ് റെഡിയാകുന്നത് വരെ ഇതൊന്ന് മൂടി വെക്കാം. ഇനി നമ്മൾ ചോറ് റെഡിയാക്കാം. അതായത് ഞാൻ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം 1 മഗ്ഗാണ് ഇവിടെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ കുറച്ച് വെള്ളം വെക്കാം. എന്നിട്ട് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫും, ഒരു 6 ഇലച്ചി, കറുവപ്പട്ട, ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നമ്മൾ വെള്ളം ചെറുങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ഒന്ന് ആഡ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ അരി ഇട്ടതിന് ശേഷം ചോറ് വേവുന്നത് വരെ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോറ് നന്നായി വെന്തിനാന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ചോറ് നന്നായി വേവണമെന്നില്ല, അത് പിന്നെ കലങ്ങിപ്പോവും. അപ്പോൾ ഏകദേശം നമ്മൾ വെന്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഒറ്റയായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. ആദ്യം നമ്മൾ കുക്കർ എടുക്കാം. ഫ്ലെയിമിൽ വെക്കാണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിൻ്റെ അടിഭാഗത്തിലായി ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ റൈസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ചോറും നമ്മൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് മുഴുവനായും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് പാലെടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലായൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മുകളിലായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്മോക്ക് ഇടാൻ വേണ്ടി കുറച്ച് ചാർക്കോൾ പീസ് ഒന്ന് ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഈ ചാർക്കോൾ പീസ് നമ്മൾ ഫോയിലിട്ട് വെക്കുന്നതാണ് കൂടുതലായി എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊന്ന് സ്മോക്ക് ഇട്ട് കൊടുക്കാം. ഒരു ബൗൾ ഷേപ്പാക്കി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ചാർക്കോൾ പീസൊക്കെ ആഡ് ചെയ്ത് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി ഒന്ന് മൂടാം. അപ്പോൾ സൂക്ഷിക്കേണ്ടത് അതിൻ്റെ വിസിലൊന്ന് എടുത്ത് വേണം മൂടാൻ. ഏകദേശം ഒരു 45 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമാക്കി വെക്കണം, എന്നാലേ ചിക്കൻ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. നമ്മൾ സെറ്റ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ 2 രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ചോറ് വേറെ, ചിക്കൻ്റെ ആ മസാലവും വേറെ ആക്കിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് മിക്സ് ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ 2 രീതിയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്സാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റും. അങ്ങനെയാണ് മന്തി സെർവ് ചെയ്യൽ. അപ്പോൾ സെപ്പറേറ്റായി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് മുഴുവനായും ചോറും ചിക്കൻ മസാല ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തും കഴിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മന്തീൻ്റെ ഒപ്പം സെർവ് ചെയ്യുന്ന ചട്നിയാണ്. അപ്പോൾ നമ്മൾ മന്തീൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചട്നി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ മിക്സി ജാറിലേക്ക് തന്നെ 2 ഗ്രീൻ ചില്ലി, 2 തക്കാളി, പിന്നെ ചെറിയ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം, ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കുറച്ച് മല്ലിയിലയും ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഇത് നന്നായി വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഏകദേശം കളറ് ഇത് മല്ലിയിലെ കൂടിയത് കൊണ്ടാണ് ഈ കളറായത്. അതും കൂടാണ്ട് തന്നെ നമ്മുടെ തക്കാളിക്ക് വലിയ കളർ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മന്തിനെ കൂടെ സെർവ് ചെയ്യുന്ന ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാഗി ക്യൂബ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു റെസിപ്പി നല്ലൊരു യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രമല്ല ടേസ്റ്റ്, ഇതിനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്